students, welcome to exam point. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓണപരീക്ഷയൊക്കെ തുടങ്ങിയല്ലേ? ഏകദേശം പരീക്ഷകളൊക്കെ തുടങ്ങി, പരീക്ഷകളൊക്കെ കഴിയാറായി. അപ്പോൾ നാളെ നമ്മൾ 8ാം ക്ലാസ്സുകാർക്ക് മാത്സ് എക്സാം ആണ്. അപ്പോൾ എല്ലാവരും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പഠിച്ചു കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ആരും ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മുടെ ഈ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ടു എൻഡ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ ഈ ഒരു എക്സാമിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ 8ാം ക്ലാസ്സുകാർക്ക് ഈ പ്രാവശ്യം സിലബസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേണും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും, എന്നാലും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ മിസ് ഈ ഒരു ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നല്ല സിമ്പിളായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കണ്ട. എല്ലാവരും വേഗം നമ്മുടെ ഈ ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ റാപ്പിഡ് റിവിഷൻ, നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടൈം എക്സാമിനേഷന് നമ്മൾ നല്ല ക്വിക്കായിട്ട്, അതായത് നാളെ എക്സാമിന് വരാൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഈ ഒരു ലൈവിന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് നാളത്തെ എക്സാമിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ആവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാളത്തെ എക്സാമിന് ഇപ്പം മാറി വന്ന ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ 16 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അത് നമ്മൾ 4 പാർട്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. A, B, C, D എന്ന് പറയുന്ന 4 പാർട്സ് ആക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് 4 സെക്ഷൻസ് ആണ് ആൻസർ ചെയ്യാനുള്ളത്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C ആൻഡ് സെക്ഷൻ D. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ബട്ട് ഇൻ ക്വസ്റ്റ്യൻസ് ഓഫ് ദ ടൈപ്പ് A or B യു നീഡ് ആൻസർ ഓൺലി വൺ ഓഫ് ദോസ്. ഓക്കെ, അപ്പം നമ്മളോട് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ശ്രദ്ധയിൽ വെക്കേണ്ട അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ടൈപ്പ് A or B ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് ഇപ്പോൾ 15 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ A ക്വസ്റ്റ്യനും ഉണ്ടാവും, B ക്വസ്റ്റ്യനും ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതെനിക്ക് കിട്ടൂലോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ A or B എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഇപ്പോൾ 15A ആണ് നിങ്ങൾക്ക് എഴുതാൻ കോൺഫിഡൻസ് എന്നുണ്ടെങ്കിൽ 15A എന്ന് എഴുതിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആൻഡ് ഇഫ് B ആണ് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 15B എന്ന് എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നൊരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഇൻ എനി ഓർഡർ റൈറ്റിംഗ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ. നമുക്ക് അറിയാവുന്ന അനുസരിച്ച് ഏറ്റവും കോൺഫിഡൻസ് കൂടിയ ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗം ആൻസർ ചെയ്യാം. പക്ഷേ കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പർ തന്നെയാണോ നിങ്ങൾ ആൻസർ പേപ്പറിൽ ഇട്ടിട്ടുള്ളേ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആൻസേഴ്സ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് വെൻ എവർ നെസസറി. ആവശ്യമുള്ളിടത്തൊക്കെ നമ്മൾ ആ ഒരു ആൻസേഴ്സിന് എക്സ്പ്ലനേഷൻസും കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ 4 സെക്ഷൻസിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, എത്ര മാർക്കാണ് എന്നുള്ളതാണ് അടുത്തത് പറയാൻ വേണ്ടി പോണേ. ഓക്കെ, അപ്പോൾ 4 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C ആൻഡ് സെക്ഷൻ D. അപ്പോൾ സെക്ഷൻ A എന്ന് പറയുന്നതിൽ മൊത്തത്തിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻഡ് ആ ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വീതമാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസും 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന എക്സാം പാറ്റേണിൽ വരുന്ന പുതിയൊരു ചേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് 4 എണ്ണമാണ് ആൻസർ ചെയ്യാനുണ്ടാകുക. ഓക്കെ, ക്ലിയർ. അടുത്തത് സെക്ഷൻ B ആണ്. ഈ സെക്ഷൻ Bയിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് തന്നെയാണുള്ളത്. ആ 4 ക്വസ്റ്റ്യൻസിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് ഉണ്ടാകുക. ഓക്കെ, ആൻഡ് സെക്ഷൻ Cയിൽ നമുക്ക് വീണ്ടും 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യാനുണ്ടാകുക. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ് ഉണ്ടാകുക. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു സെക്ഷൻ Cയിലാണ് പിന്നെ വരുന്നത് നമ്മൾ പറഞ്ഞ ടൈപ്പ് A or B എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സെക്ഷൻ Cയിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ, അതായത് 16, 17, 18, 19 അങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 16ൽ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു എക്സാം പാറ്റേണിൽ ചേഞ്ച് വരുന്നത്. അടുത്തത് സെക്ഷൻ D, ആൻഡ് ഈ സെക്ഷനിലും നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്.
ഓരോ ക്വസ്റ്റിനും 4 മാർക്ക് വീതമാണ്. ആൻഡ് ഈ ഒരു സെക്ഷനിലും നമുക്ക് ടൈപ്പ് എ ഓർ ബി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ നാളത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഓക്കെ, അപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ 2 MCQ ക്വസ്റ്റ്യൻസും 2 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുക. അപ്പോൾ ഈ വരുന്ന MCQ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്ന് നിങ്ങൾ നല്ല അവെയർ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഉള്ളത് നമുക്ക് നാളത്തെ എക്സാമിന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നാളത്തെ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്. എല്ലാവരും ഒരു വിധം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും മിസ് പറയാണ്, നാളത്തെ എക്സാമിന് നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. സോ ദി ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ക്വയേഴ്സ്, രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾസ്, മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ക്വയർ ഐഡന്റിറ്റീസ് ആൻഡ് ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് പോളിഗൺസ്. ഓക്കെ, ഇതിൽ ഈ സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ചെറിയൊരു കണ്ടിന്യൂഷൻ പോലെയാണ് ഈ സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ഈ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ഈ 2 ചാപ്റ്റേഴ്സും നമ്മൾ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് പറയും. ദെൻ അത് കഴിഞ്ഞിട്ട് പോളിഗൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ എല്ലാവരും വേഗം ഓടിപ്പോയിട്ട് ഒരു പേനയും ബുക്കൊക്കെ എടുത്തിട്ട് വേഗം വന്നിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ ഐഡന്റിറ്റീസ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 2 സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ സ്ക്വയേഴ്സ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദി ഫസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 70 സ്ക്വയർ ആണ്. സോ 70 സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് 70 സ്ക്വയർ എന്ന് വെച്ചാൽ 70 ഇൻറ്റു 70 ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ 70നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 7 ഇൻറ്റു 10 എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് ഈ 70നെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം 7 ഇൻറ്റു 10 എന്ന്. ഓക്കെ, ഇനി ഈ 7നെ രണ്ടിനെയും ഒരുമിച്ച് എഴുതാം. സോ 7 ഇൻറ്റു 7 ഇൻറ്റു 10 ഇൻറ്റു 10. ഓക്കെ, ഈ 7 ഇൻറ്റു 7 എന്ന് പറയുന്നത് 49 ആണെന്ന് നമുക്കറിയാം. ആൻഡ് 10 ഇൻറ്റു 10 എന്ന് പറയുന്നത് 100 ആണ്. സോ 49 ഇൻറ്റു 100 ഈസ് 4900. ഓക്കെ, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഈ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ തന്നിരിക്കുന്നത്? 100.25 സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 100.25നെ നമുക്ക് എങ്ങനെ എഴുതാം? 100 പ്ലസ് 0.25 എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 100 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 0.25 ഇൻറ്റു 0.25 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 100 സ്ക്വയർ എങ്ങനെയാണ്? ജസ്റ്റ് 100 ഇൻറ്റു 100 ആണ്. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 4 0 പ്ലസ് ഈ 2 ഇൻറ്റു 0.25 എന്ന് പറയുന്നത് ഈസ് ഡിവൈഡഡ് ബൈ 2 ഹാഫ് ആണ്. സോ 100 ബൈ 2 എന്ന് എഴുതാം. പ്ലസ് 0.25 ഹോൾ സ്ക്വയർ 25 എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 625 25ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 0.25 ഇൻറ്റു 0.25 എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ്സ് വരണം? 4 ഡെസിമൽ പ്ലേസസ് വരണം. അപ്പോൾ എന്ത് വരണം? ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. 0.0625 എന്ന് പറയുന്നതാണ് എന്ത്? 0.25ൻ്റെ സ്ക്വയർ. സോ 0.0625 ഓക്കെ ഈസ് ഈക്വൽ ടു പ്ലസ് 100 ബൈ 2 എന്ന് പറയുന്നത് 50 ആണ്. 50 പ്ലസ് 0.025. ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ 100.25ൻ്റെ സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക? ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസറും ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളോട് സ്ക്വയേഴ്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ്. സോ ഡെസിമൽ സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ സ്ക്വയർ കണ്ടുപിടിക്കുക. ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഡെസിമൽ സ്ക്വയേഴ്സ് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഈ 2.3നെ നമുക്ക് എന്ത് എഴുതാം? 2 പ്ലസ് 0.3 എന്ന് എഴുതാം. ആൻഡ് ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു
2 into 0.3 into 0.3 whole square. Okay, 2 square എന്ന് പറയുന്നത് 4 ആണ്. 4 plus 2 into 2 4 ആണ്. 4 into 0.3 plus 0.3 whole square എന്തായിരിക്കും? 3 square എന്ന് പറയുന്നത് 9 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 0.3 into 0.3 ആണ്. അപ്പോൾ ഡെസിമൽ പ്ലേസസിന് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വേണം. സോ എന്തായിരിക്കും? 0.09. എന്നിട്ട് ജസ്റ്റ് സം ചെയ്താൽ മതി. സം ചെയ്ത് കഴിയുമ്പോൾ we will be getting the answer as 5.29. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 2.3യുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 8.7ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കണേ. അപ്പോൾ നോക്കിക്കേ, എങ്ങനെ കണ്ടുപിടിക്കുക? 8.7നെ നമുക്ക് 8 plus 0.7 എന്ന് എഴുതാം. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 8 plus 0.7 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 8 ഇൻറ്റു 0.7 ഇൻറ്റു 0.7 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 പ്ലസ് 2 ഇൻറ്റു 8 16 ഇൻറ്റു 0.7 പ്ലസ് 0.7 സ്ക്വയർ എങ്ങനെ വരിക? 7 ഇൻറ്റു 7 49 ആണ്. അപ്പോൾ 0.7 ഇൻറ്റു 0.7 എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്. സോ 0.49. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സം എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് എന്തായിരിക്കും? 64 പ്ലസ് 11.2 പ്ലസ് 0.49 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? ജസ്റ്റ് ഇത് സം എടുത്താൽ മതി. സം എടുത്ത് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 75.69. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇനി അടുത്ത് എന്താണ്? 10.1ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? 10.1 എന്ന് വെച്ചാൽ 10 പ്ലസ് 0.1 ഓക്കെ ഹോൾ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 0.1 into 0.1 square. It will be equal to 100 plus 2 into 10 into 0.1 20 into 0.1 plus 0.01. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. അതിൻ്റെ സം എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ 20 into 0.1 എന്ന് പറയുന്നത് 2 ആണ്. സോ 100 plus 2 plus 0.01. അതിൻ്റെ സം എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ആസ് 102.01. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഡെസിമൽ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നാളത്തെ എക്സാമിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഇതുപോലെ തന്നെ ഈ ഒരു മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 6.8നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 6.8നെ നമുക്ക് എന്താണ്? 6 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 6 ഇൻറ്റു 0.8 പ്ലസ് 0.8 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ തന്നെത്താനൊന്ന് ചെയ്ത് നോക്കിയേ. എങ്ങനെ കിട്ടുക? 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. 36 പ്ലസ് 2 ഇൻറ്റു 6 എത്രയാണ്? 12 ഇൻറ്റു 0.8 എന്ന് പറയുമ്പോൾ 9.6 പ്ലസ് 0.64. എന്നിട്ട് ഇത് സം ചെയ്യാം. സം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 46.24. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 12.3യുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. സോ 12.3യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 12 സ്ക്വയർ പ്ലസ് 12 ഇൻറ്റു 2 ഇൻറ്റു 0.3 ഇൻറ്റു 0.3 ഹോൾ സ്ക്വയർ. ഓക്കെ, എന്നിട്ട് 12 സ്ക്വയർ എന്ന് പറയുന്നത് 144. 2 ഇൻറ്റു 2 4 ഇൻറ്റു 0.3 എന്ന് പറയുന്നത് 7.2. 0.3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് 0.09. ആൻഡ് ഇതൊക്കെ കൂടെ സം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 151.9. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 30.5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ 30.5 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു 0.5 പ്ലസ് 0.5 ഹോൾ സ്ക്വയർ. 30 സ്ക്വയർ എന്ന് പറയുന്നത് 900 പ്ലസ്
2 ഇൻറ്റു 0.5, അതായത് 2 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണല്ലേ. ഇൻറ്റു 30 തന്നെയാണ്, പ്ലസ് 0.25. ആൻഡ് ഇതൊക്കെ കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 930.25. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാന്ന് പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കണേ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും ആൻഡ് അതിൻ്റെ ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. സോ ഇതിലെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഇത് നമ്മുടെ പുതിയ എക്സാം പാറ്റേണിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും നാളത്തെ നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇപ്പം നമ്മൾ സ്ക്വയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തല്ലോ. അപ്പോൾ ഈ ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിൾ അല്ലേ? എങ്ങനെയാന്ന് നോക്കിക്കേ, 8.5 സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 8 ഇൻറ്റു 0.25 അല്ല 0.5 കേട്ടോ. 0.5 ഇൻറ്റു 0.5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 0.25. ഓക്കെ, അപ്പോൾ 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 പ്ലസ് 2 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു ഹാഫ്. 0.5 എന്ന് വെച്ചാൽ ഹാഫ് ആണ്. 2 ഇൻറ്റു ഹാഫ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇതും കൂടെ പോയിട്ട് എന്താവും? 1 ഇൻറ്റു 8 എന്നാവും. സോ 1 ഇൻറ്റു 8 എന്നാണ്, 8 തന്നെയാണ്, പ്ലസ് 0.25. ഓക്കെ, എത്രയും കിട്ടിയല്ലോ. ഈ ഒരു സ്റ്റെപ്പ് തന്നെയല്ലേ നമുക്ക് ഇവിടെ തന്നിരിക്കണേ. 64 പ്ലസ് അവിടെ നമുക്ക് അറിയില്ല ഡിജിറ്റ് ഏതാണ്, പ്ലസ് 0.25. അപ്പോൾ ആ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സി, ഇതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? 1 മാർക്കിന് എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഈ ഒരു മോഡലിലാണ് വരിക. ഓക്കെ, ഇനി വീണ്ടും ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും പുതിയ എക്സാം പാറ്റേണിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ബിലോ. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ആ ഒരു നമ്മളിങ്ങനെ പോയിന്റ്സ് ടു റിമെമ്പർ ഒക്കെ പോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്. ആ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അറിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നല്ല ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കിക്കേ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ബിലോ. ഓൾ സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. അത് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. ആ 4 സ്റ്റേറ്റ്മെന്റിൽ അതുപോലെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. അതിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കണേ. നോക്കിക്കേ, എങ്ങനെയാണ് ഓപ്ഷൻസ് വരിക? 1 and 2 ആർ ട്രൂ, 1 and 3 ആർ ട്രൂ, 1 and 4 ആർ ട്രൂ, 2 and 4 ആർ ട്രൂ. അപ്പോൾ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെന്റ്സ് ഇതിലെ ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതാന്ന് നോക്കിയിട്ട് അത് ഏത് ഓപ്ഷനാന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. നമുക്കറിയാം എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ തന്നെയാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, അടുത്തത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഡിവൈഡഡ് ബൈ 3 ലീവ്സ് റിമൈൻഡർ 2 ആണോ? അല്ലല്ലോ. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അത് നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 1. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പേഴ്സ് തന്നെയാണ്. അപ്പം നമുക്കതിനെ 4n+1 ഈ ഒരു ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 4 ഇൻറ്റു n എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. ഇപ്പം n എന്ന് പറയുന്നത് ഏത് നമ്പർ ആയാലും 4 ഇൻറ്റു ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആയിരിക്കും. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പേഴ്സിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതിനെ ഈ ഒരു നമ്പറിനെ 4n+1 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 1 ആണല്ലേ. അപ്പോൾ ആ ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ റിമൈൻഡർ ആയിട്ട് ബാക്കി ഉണ്ടാകുക 1 ആണ്. സോ ഈ 3 എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി അടുത്തത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ലീവ്ഡ് ബൈ 4
divided by 4 leaves remainder 2 or 0. ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സോ എന്താണ്, അത് ഫോൾസ് ആണ്. സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. അപ്പോൾ 1 and 3 ആർ ട്രൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി 1 and 3 ആർ ട്രൂ. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാമിന് 1 മാർക്കിൽ വരാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയോ? എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് മനസ്സിലായോ? നമുക്ക് 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ട് അതിൽ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ഉണ്ടാകും. ആ 2 സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് 65 ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ റൈറ്റ് 130 ആസ് ദ സം ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്. എന്താണ്? 65 ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 130നെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സം ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ നോക്കിക്കേ, ഈ 65ഉം 130യും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോന്ന്? വി നോ 130 ഈസ് ഈക്വൽ ടു 65 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഈ 65നെ നമുക്ക് എന്താണ് 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എഴുതാം 2 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ ഒരു സംഭവം ഈ ഒരു ഫോർമുല ടൈപ്പിലായില്ലേ. അപ്പോൾ നോക്കിക്കേ, 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 8 ആണ്, വൈ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഫോർമുലായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എന്താണ് 8 പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 8 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, ആ ഫോമിലേക്ക് എഴുതിയല്ലോ. അപ്പോൾ 8 പ്ലസ് 1 എത്രയാണ്? 9 സ്ക്വയർ പ്ലസ് 8 മൈനസ് 1 എന്ന് പറയുന്നത് 7 ആണ്. സോ 9 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. ഈ 9 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 7 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ സം ആക്കിയിട്ട് 130നെ എഴുതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ഐഡന്റിറ്റി ആണ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഈ ഒരു സംഭവം അറിഞ്ഞാലാണ് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന 3rd ചാപ്റ്ററിൽ നിന്നാണ്. സോ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഐഡന്റിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഐഡന്റിറ്റീസ് നമുക്ക് നല്ല ബൈ ഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ സ്ക്വയർ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി മറക്കാതെ എല്ലാവരും പഠിച്ചു വെക്കുക. എന്താണ്? 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 23 സ്ക്വയർ എന്ന് പറയുന്നത് 529 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് 24 സ്ക്വയർ. അപ്പോൾ ഈ 24നെ നമുക്ക് എങ്ങനെ എഴുതാം? 24 ഈസ് ഈക്വൽ ടു 23 പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഫോമിലായി? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലായി. ഇതെന്ന് പറയുന്നത് വേറെ ഈ ചാപ്റ്ററിൽ വരുന്ന വേറൊരു ഐഡന്റിറ്റി ആണ്. അതെന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അതാണ് അടുത്ത നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട അടുത്ത ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് 23 ആണ്, വൈ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നോക്കിക്കേ, 23 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 23 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 23 സ്ക്വയർ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 529. സോ 529 പ്ലസ് 2 ഇൻറ്റു 23 എന്ന് പറയുന്നത് 46 ആണ്. 46 ഇൻറ്റു 1 എത്രയാണ്? 46 തന്നെയാണ്. സോ 46 പ്ലസ് 1 ഇതൊക്കെ കൂടെ സം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 576. സോ 24ന്റെ സ്ക്വയർ എങ്ങനെയാണ്? 576 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കണേ? 26 സ്ക്വയറിനാണ്. അപ്പൊ നമുക്ക് ഈ 23 സ്ക്വയർ അത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ 26ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ 23യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് നമുക്ക് 26 കിട്ടുക? 23 പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഓക്കെ, അതാണ് 26. അപ്പോൾ വീണ്ടും എന്തായി നമ്മുടെ ഐഡന്റിറ്റി? സെയിം ഐഡന്റിറ്റി, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി വെച്ച് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 23 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 23 ഇൻറ്റു 3 പ്ലസ് 3 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 23 സ്ക്വയർ എന്ന് പറയുന്നത് 529. സോ 529 പ്ലസ് 2 ഇൻറ്റു 23 ഇൻറ്റു 3 എന്ന് പറയുന്നത് 138 ആണ്. പ്ലസ് 3 സ്ക്വയർ 9. ആൻഡ് ഇതൊക്കെ കൂടെ സം ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ആൻസർ ആസ് 676. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും നാളെ നിങ്ങളുടെ എക്സാം പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, find the value of 1 and 1/2 whole square plus 2/2 whole square plus 3/2 whole square plus 4/2 whole square. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഫ്രാക്ഷൻ വന്നിട്ട് എങ്ങനെ സ്ക്വയർ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ 1.5 നമുക്ക് എങ്ങനെ എഴുതാം? 1.5 നമുക്ക് 1 + 1/2 എന്നുള്ള ഫോമിൽ എഴുതാം. എന്നിട്ടൊന്ന് സ്ക്വയർ കണ്ടുപിടിക്കാം. അങ്ങനെ സ്ക്വയർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ വീണ്ടും ആ സെയിം ഐഡന്റിറ്റി എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ആ സെയിം ഐഡന്റിറ്റി വെച്ചിട്ട് തന്നെ എന്തായിരിക്കും? 1 + 2 ഇൻറ്റു 1 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ 2 2 ക്യാൻസൽ ആയി. 1 + 1 + 1 + 1/4, അതായത് 2 + 1/4. നമുക്ക് എന്ത് കിട്ടി? 1.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 × 2 + 1/4 ഈസ് ഈക്വൽ ടു എന്താണ്? 2 + 1/4. ഓക്കെ, ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ 2.5ന്റെ സ്ക്വയറും 3.5ന്റെ സ്ക്വയറും 4.5ന്റെ സ്ക്വയറും കണ്ടുപിടിക്കുക. അപ്പോൾ 2.5നെ നമുക്ക് എന്ത് എഴുതാം? 2.5നെ നമുക്ക് 2 + 1/2 ഹോൾ സ്ക്വയർ. ആ ഒരു ഐഡന്റിറ്റി ഓർക്കേണ്ട കാര്യം, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് നമുക്ക് 2.5 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് കിട്ടും 2 × 3 + 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 6 + 1/4 എന്ന് കിട്ടും. And 3.5 whole square will be equal to 3 × 4 + 1/4 which is equal to 20 + 1/4. അടുത്തത് എന്തായിരുന്നു? 4 × half whole square, അതായത് 4 × 5 + 1/4 which is equal to 20 + 1/4. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും സ്ക്വയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് സം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? നോക്കിക്കേ, 2 + 1/4 പ്ലസ് 2.5ന്റെ ഹോൾ സ്ക്വയർ 6 + 1/4, 3.5ന്റെ സ്ക്വയർ 12 + 1/4, 4.5ന്റെ സ്ക്വയർ 20 + 1/4. ഓക്കെ, അപ്പോൾ ഈ ഇതിലെല്ലാത്തിലും ഈ 1/4 എന്ന് പറയുന്നത് എന്താണ്? കോമൺ ആണല്ലേ. ഇത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4 × 1/4 പ്ലസ് 2 + 6 + 12 + 20 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 40. 4 × 1/4, ഈ 4 കൂടി കട്ടായി പോയി കഴിഞ്ഞിട്ട് 1 + 40 വിച്ച് ഈസ് ഈക്വൽ ടു 41. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് ജസ്റ്റ് സം ചെയ്യുക, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ പേടിയാവുന്നല്ലേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതും നമ്മൾ വേറൊരു ഐഡന്റിറ്റി വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 42 സ്ക്വയർ മൈനസ് 17 സ്ക്വയർ ആണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? 42 സ്ക്വയർ മൈനസ് 17 സ്ക്വയർ. അപ്പോൾ ഇതിരിക്കുന്നത്
അയ്യോ ഇതിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളൊരു ഫോമിലാണ്. ഓക്കെ, അതായത് അത് വേറൊരു ഐഡൻറ്റിറ്റിയാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ 42 ഹോൾ സ്ക്വയർ മൈനസ് 17 സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 42 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 17. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ എക്സിൻ്റെ സ്ഥാനത്ത് 42 ആൻഡ് വൈൻ്റെ സ്ഥാനത്ത് 17 കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ നോക്കിക്കേ 42 പ്ലസ് 17 ഇൻറ്റു 42 മൈനസ് 17. 42 പ്ലസ് 17 എന്ന് പറയുന്നത് 59 ആണ്. 42 മൈനസ് 17 എന്ന് പറയുന്നത് 25 ആണ്. ആൻഡ് അത് രണ്ടിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1475 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് 10.5 സ്ക്വയർ മൈനസ് 9.5 സ്ക്വയർ. വീണ്ടും ഈ സെയിം ഐഡൻറ്റിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 10.5 പ്ലസ് 9.5 ഇൻറ്റു 10.5 മൈനസ് 9.5. അപ്പോൾ 10.5 പ്ലസ് 9.5 എന്ന് പറയുന്നത് എത്രയാണ്? 10 പ്ലസ് 9 എന്ന് പറയുന്നത് 19 ആണ്. ആൻഡ് 1/2 പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 20. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10.5 മൈനസ് 9.5. ഓക്കെ, അപ്പോൾ 10 മൈനസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ 1, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഹാഫ് പ്ലസ് ഹാഫും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സോ 20 ഇൻറ്റു 1 അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 20. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നാളത്തെ എക്സാമിന് നിങ്ങളെ എക്സ്പെക്ട് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് 2 ചാപ്റ്റേഴ്സ് നാളത്തെ എക്സാമിന് വേണ്ടിയുള്ള 2 ചാപ്റ്റേഴ്സ് നമ്മുടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എപ്പോഴാണ് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആവുക, ഏതൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് 2 ട്രയാങ്കിൾസ് ഈക്വൽ ആവുന്നേ എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ട്രയാങ്കിൾസ്. ഓക്കെ, ആ 2 ട്രയാങ്കിൾസിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ്, ആ 2 ട്രയാങ്കിൾസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ട്രയാങ്കിൾസിനെയും നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആ കുറച്ച് സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലാണ് ഈ ഒരു ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ നമ്മുടെ പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ നോക്കിക്കേ, എന്താണ്? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കിവിടെ മൊത്തത്തിൽ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിലെ ട്രൂ ആയിട്ടുള്ള, അതായത് ശരിക്കും നമ്മൾ പഠിച്ചതിനനുസരിച്ച് ട്രൂ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷനിൽ നിന്ന് നമ്മളോട് സെലക്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ കണ്ടല്ലോ. അതുപോലെ തന്നെ സെയിം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് ഈക്വൽ ട്രയാങ്കിൾസ് ഹാവ് ഈക്വൽ ഏരിയ. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ് ഹാവ് ഈക്വൽ ഏരിയ. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നതിൻ്റെ 3 സൈഡ്സും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഒരു ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുക? ഹാഫ് BH വെച്ചിട്ടാണ്, സൈഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ സൈഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വ ആംഗുലർ ട്രയാങ്കിൾസ്, അതായത് ഈക്വൽ ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു വെച്ചിട്ട്? അല്ലല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈക്വാളിറ്റി 1 ആംഗിൾ ആൻഡ് എനി 2 സൈഡ്സ് ഓഫ് 2 ട്രയാങ്കിൾസ് മേക്ക് ദം ഈക്വൽ. അതായത് ഒരു ആംഗിളും ഏതെങ്കിലും 2 സൈഡ്സും ഏതെങ്കിലും 2 സൈഡ്സും ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളിനെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. തെറ്റല്ലേ ഇത്? അതും തെറ്റാണ്. നെക്സ്റ്റ്, 1 സൈഡ് ആൻഡ് ആംഗിൾ അറ്റ് ദ എൻഡ്സ് ക്യാൻ ഫിക്സ് എ ട്രയാങ്കിൾ. ഒരു സൈഡും അതിൻ്റെ 2 അറ്റത്തുള്ള ആംഗിൾസും വെച്ചിട്ട് നമുക്ക് ഒരു ട്രയാങ്കിളിനെ ഉണ്ടാക്കാം. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്.
സോ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ട്രൂ ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് ഹാവ് ഈക്വൽ ഏരിയ ആൻഡ് വൺ സൈഡ് ആൻഡ് ആംഗിൾ അറ്റ് ദ എൻഡ്സ് ക്യാൻ ഫിക്സ് എ ട്രയാങ്കിൾ. സോ എ ആൻഡ് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ട്രൂ. അപ്പോൾ അതെന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. സോ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ ഡി ക്വസ്റ്റ്യൻ ആണ്, ഡി ഓപ്ഷൻ ആണ് കറക്റ്റ്. സോ എ ആൻഡ് ഡി ആർ ട്രൂ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അസേർഷൻ റീസൺ ടൈപ്പ്, അതായത് നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ്സിൽ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ചാപ്റ്ററിനുള്ളിൽ നമ്മൾ കുറച്ച് എന്താണ് ASA, AAA അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ കൂടുതൽ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് ഈ ഒരു ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നോക്കിക്കേ, A diagonal divides a parallelogram into equal triangles. ഇവിടെ നോക്കി ഈ ഓപ്ഷൻസ് P1 and P2 are true, P1 and P2 are false. അപ്പോൾ നമുക്ക് true and false ആണോ എന്ന് നോക്കിയാൽ മതി. True and false ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ P1, a diagonal divides a parallelogram into 2 equal triangles. അത് ശരിയല്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ P1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. നെക്സ്റ്റ്, the line joining a corner to midpoint of the opposite side at any triangle make the triangle into 2 equal triangles. അതായത് ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് മിഡ് പോയിന്റ്, ആ മിഡ് പോയിന്റിൽ നിന്ന് അടുത്ത കോർണറിലേക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആയിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഹിയർ ദ P1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് ആൻഡ് P2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് P1 ഈസ് ട്രൂ ആൻഡ് P2 ഈസ് ഫോൾസ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. സോ നമ്മുടെ ആൻസർ P1 ഈസ് ട്രൂ ആൻഡ് P2 ഈസ് ഫോൾസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ 1 മാർക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, which 3 measures of a triangle, MCQ type question ആണ് കേട്ടോ, being equal to the same measures of another triangle make the remaining 3 measures also equal. അതായത് നമ്മൾ 2 ട്രയാങ്കിൾസിനെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയല്ലോ. അപ്പോൾ അതിൽ എങ്ങനെയാണ് ക്രൈറ്റീരിയ വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ 3 മെഷേഴ്സ് വേറൊരു ട്രയാങ്കിളിൻ്റെ 3 മെഷേഴ്സിനോട് സെയിം ആണ് എന്നുണ്ടെങ്കിൽ ബാക്കി 3 മെഷേഴ്സിനെ, ബാക്കി ഏതൊക്കെ മെഷേഴ്സിനെയാണ് ഈക്വൽ ആക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ പഠിച്ച ആ ഒരു 3 ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ കേസ് ഉണ്ട്, അത് ഓർത്ത് വെക്കുക. സോ ഇപ്പോൾ എന്താണ് 3 സൈഡ്സ് ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് 3 സൈഡ്സ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ ആ 2 ട്രയാങ്കിൾസിനെ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ഇത് കറക്റ്റ് ആണ്. അടുത്തത് 2 sides and any one angle. 2 sides and any one angle ഈക്വൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ട്രയാങ്കിൾസിന് നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഉത്തരം തെറ്റാണ്. നെക്സ്റ്റ്, 1 side and any 2 angles. ഒരു സൈഡും ഏതെങ്കിലും 2 ആംഗിൾസ്, നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞായിരുന്നു, അത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രയാങ്കിളിനെ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. സോ ഇത് ട്രൂ ആണ്. ആൻഡ് 3 ആംഗിൾസ് സെയിം ആണ് എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ഈസ് ഈക്വൽ ടു 3 ആംഗിൾസ് ഓഫ് ദി അനദർ ട്രയാങ്കിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 ട്രയാങ്കിൾസിനെ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ സി, അതായത് 3 sides and 1 side and 2 angles. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് above the diagonal are equal. നമ്മുടെ ഡയഗണലിൻ്റെ തൊട്ട് മുകളിലുള്ള ലെഫ്റ്റ് സൈഡ്, ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്? ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ്സ് ബിലോ ദ ഡയഗണൽ. അപ്പോൾ ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു ദ ലെഫ്റ്റ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ആൻഡ് ഡയഗണലിൻ്റെ മുകളിൽ റൈറ്റിൽ വരുന്ന സൈഡും ഡയഗണലിൽ താഴെ റൈറ്റിൽ വരുന്ന സൈഡും ഈക്വൽ ആണ്. ആൻഡ് ഈ ഒരു ട്രയാങ്കിളിന് നമ്മൾ ഇങ്ങനെ PQRS എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ
രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും പി എസ് ആർ എന്ന് പറയുന്ന ട്രയാങ്കിൾസും അല്ലേ. അതില് ഇപ്പൊ നോക്കിക്കേ, ട്രയാങ്കിൾ ഏതാണ്, പി ക്യു ആർ. അതിൻ്റെ ഉള്ളില് ഈ പി ക്യു എന്ന് പറയുന്ന സൈഡ് ഈസ് ഈക്വൽ ടു പി എസ് അല്ലേ. നമ്മുടെ രണ്ട് ട്രയാങ്കിൾസ് ആരൊക്കെ, പി ക്യു ആറും പി എസ് ആറും അല്ലേ. അതിൻ്റെ ഉള്ളില് ഈ പി ക്യു ഈസ് ഈക്വൽ ടു പി എസ്, പി ക്യു ഈസ് ഈക്വൽ ടു പി എസ് ആൻഡ് ക്യു ആർ ഈസ് ഈക്വൽ ടു എസ് ആർ, ക്യു ആർ ഈസ് ഈക്വൽ ടു എസ് ആർ. ഓക്കെ, ആൻഡ് പി ആർ എന്ന് പറയുന്നത് കോമൺ ആണ്, സോ അതും ഈക്വൽ ആയിരിക്കും, പി ആർ ഈസ് കോമൺ. അപ്പോൾ എന്താണ്, 3 sides of a triangle is equal to is same as 3 sides of another triangle. അതായത് നമ്മുടെ ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ 3 sides എന്ന് പറയുന്നത് എന്താണ്, ഈസ് സെയിം ആസ് ട്രയാങ്കിൾ പി എസ് ആർ. അങ്ങനെ വരുമ്പോൾ ഈ ട്രയാങ്കിൾ പി ക്യു ആറിനെയും ട്രയാങ്കിൾ പി എസ് ആറിനെയും നമുക്ക് എന്ത് ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം? നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചതനുസരിച്ച് നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസിനെയും എന്ത് വിളിക്കാം? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ഈ രണ്ട് ട്രയാങ്കിൾസ്. ഇനി ഈക്വൽ ട്രയാങ്കിൾസിന്റെ കേസിൽ എന്താണ്, ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നോക്കിക്കേ, ഈ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളില് എന്താണ്, ഈ പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഈ പി ക്യു എന്ന് പറയുന്ന സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ഒരു ആംഗിൾ, ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഈ പി എസിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് ഈ ക്യു ആർ എന്ന് പറയുന്ന ആംഗിളിന് സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ വിൽ ബി ഈക്വൽ ടു ഈ എസ് ആർ എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത്രയും നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ. ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ബാക്കിൽ ട്രയാങ്കിളിലേക്ക് പോവാണ്. അപ്പോൾ ഈ പി ക്യു ആർ എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ, അപ്പോൾ ഇതിന്റെ ഈ ആംഗിൾ പി എന്ന് പറയുന്ന ആംഗിൾ നമുക്കറിയാം, ആർ എന്ന് പറയുന്ന ആംഗിൾ നമുക്കറിയാം. നമുക്ക് ക്യു ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 180 നമുക്ക് മൊത്തത്തിൽ അറിയാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ആണ്. സോ ഈ 180ന്ന് ഈ 40 പ്ലസ് 30, അതായത് ഈ ബാക്കി രണ്ട് ആംഗിൾസിന്റെയും സമ്മ് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്നാമത്തെ എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. അപ്പോൾ അതെന്തായിരിക്കും? 180 മൈനസ് 40 പ്ലസ് 30. ഓക്കെ, അപ്പോൾ അതെന്ത് വരും? 180 മൈനസ് 40 പ്ലസ് 30 70. സോ 180 മൈനസ് 70 110 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 110 ഡിഗ്രി. ആ സെയിം തന്നെയായിരിക്കും, കാരണം ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രി. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ ക്യൂ എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ആംഗിളും എസ് എന്ന് പറയുന്ന ആംഗിളും കിട്ടി. ഈ ആർ പി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 40 പ്ലസ് 40. P is equal to 40 plus 40 which will be equal to 80 degree. And ഈ R എന്ന് പറയുന്നത് 30 plus 30 will be equal to 60 degree. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? P എന്ന് പറയുന്നത് 80, Q എന്ന് പറയുന്നത് 110, R എന്ന് പറയുന്നത് 60 and S എന്ന് പറയുന്നത് 110 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ ആ ഒരു ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ ആംഗിൾ ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ ഈസ് 80 ഡിഗ്രി. ഓക്കെ, അപ്പം നമ്മുടെ
ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ക്യാൻ ബി ദ അതർ ടു ആംഗിൾസ്, ബാക്കി വരുന്ന രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് 3 ആംഗിൾസ് ആണുള്ളത്, അതിൽ ബാക്കി രണ്ട് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇപ്പോൾ ഐസോസിലസ് ട്രയാങ്കിളിന് നമുക്കറിയാം എന്താണ്, അതിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഒരു ഈക്വൽ അല്ലാത്ത ആംഗിൾ ആണ് 80 ഡിഗ്രി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്കറിയില്ല, ഇത് എക്സ് ആൻഡ് ഇതും എക്സ്. ഓക്കെ, അപ്പം നമുക്ക് ഈ 80 പ്ലസ് ഈ രണ്ട് എക്സും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാം, 180 കിട്ടുമെന്ന് അറിയാലോ. അപ്പം നോക്കിക്കേ, 80 പ്ലസ് 2x ഈസ് ഈക്വൽ ടു 180. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 2x is equal to എത്ര കിട്ടും, 180 minus 80 which is equal to 100 degree. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x will be equal to 50 degree. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാൻസ് ആണുള്ളത്, ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നതും എന്താണ് 50 ഡിഗ്രി ആവാം. ഓക്കെ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു കേസ് എങ്ങനെയാ വരിക, നമ്മുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല, ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിൾ, ഈക്വൽ ആയിട്ടുള്ള ആംഗിളിൽ ഒരു ആംഗിളാണ് 80 എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നതും എന്താണ് 80 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 180 മൈനസ് 80 പ്ലസ് 80 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. അപ്പോൾ ഈ ഒരു ആംഗിൾ 20 ഡിഗ്രി. ഓക്കെ, അപ്പോൾ രണ്ട് ചാൻസസ് ആണുള്ളത്, ഒന്നില്ലെങ്കിൽ 80 50 50 ഇങ്ങനെ വരാം, ഓർ 80 ഡിഗ്രി 20 ഡിഗ്രി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതും 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു എ സി. നമുക്ക് ഈ ഒരു ഫിഗറിൽ ഈ ഒരു ലൈൻ എ ബി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എ സി, അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബി ഡി ഈസ് ഈക്വൽ ടു സി ഡി. ഓക്കെ, ഈ ബി ഡി എന്ന് പറയുന്നത് സി ഡിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ട്രയാങ്കിൾസ് ഏതായിരിക്കും, നമ്മൾ ഈ എ ബി ഡിനെയും എ സി ഡിനെയും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ എ ഡി എന്ന് പറയുന്നത് കോമൺ ആണ്. ഓക്കെ, എ ബി ഈസ് ഈക്വൽ ടു എ സി. ഓക്കെ, ആൻഡ് ബി ഡി എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കുക, അപ്പോഴേക്കും മിസ് ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം കേട്ടോ.
വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു എ സി ആൻഡ് ബി ഡി ഈക്വൽ ടു സി ഡി. അപ്പം നമ്മൾ ബ്രേക്കിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലാണ് നമ്മൾ ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു നെയിം ടു ഈക്വൽ ട്രയാങ്കിൾസ് ഇൻ ദ ഫിഗർ. അതായത് ഈ ഒരു ഫിഗറിൽ നിന്ന് രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ഈസ് സെയിം ആസ് അനദർ ട്രയാങ്കിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എ ബി ഈസ് ഈക്വൽ ടു എ സി ആൻഡ് എ ബി ഡി ഈസ് ഈക്വൽ ടു സി ഡി. ഈ എ ഡി എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ്, അപ്പോൾ അതെന്തായാലും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈ എ ബി ഡി ആൻഡ് എ സി ഡി എന്ന് പറയുന്ന ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും എന്താണ് 3 സൈഡ്സ് ഈക്വൽ ആണ്. സോ എന്താണ് ഇവിടെ വരുന്ന ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി ഡി. ഓക്കെ, കാരണം എന്താ? കാരണം കൂടെ എഴുതണം കേട്ടോ. എന്താണ് കാരണം? ഇവിടെ എ സി ഈസ് ഈക്വൽ ടു എ ബി ആൻഡ് ബി ഡി ഈസ് ഈക്വൽ ടു സി ഡി ആൻഡ് എ ഡി എന്ന് പറയുന്ന സൈഡ് ഈസ് കോമൺ. സോ 3 sides of triangle A B D is same as 3 sides of triangle A C D. So equal triangles. ഈ ഒരു ഫിഗറിലെ നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ട്രയാങ്കിൾ എ ബി ഡി ആൻഡ് ട്രയാങ്കിൾ എ സി ഡി. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആംഗിൾ ബി എ സി, ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ് ആൻഡ് ആംഗിൾ എ ബി ഡി ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ then what are the angles of triangle ADB? ADB. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ ഡി എ ബി എന്നുള്ള ആംഗിളും അതുപോലെ തന്നെ ആംഗിൾ എ ഡി ബിയും കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഇവിടെ ഒരു ലൈൻ പോയിട്ടുണ്ടല്ലേ. ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ആംഗിൾ എനെ എത്രയാക്കി സ്പ്ലിറ്റ് ചെയ്യും? കറക്റ്റ് ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. സോ ഈ ഒരു ആംഗിൾ ഡി എ ബി വിൽ ബി ഈക്വൽ ടു 20 ഡിഗ്രി. ഓക്കെ, ആൻഡ് ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നത് 30 ആണ് നമുക്കറിയാം. ആംഗിൾ എ ബി ഡി ഇസ് ഈക്വൽ ടു 30 ആൻഡ് ഈ ഒരു ആംഗിൾ എ ഡി ബി കൂടി കണ്ടുപിടിക്കാനുള്ളൂ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 180 മൈനസ് 20 പ്ലസ് 30. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് 20 പ്ലസ് 30 50. 180 മൈനസ് 50 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എത്ര കിട്ടും? 130. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 130. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 2 triangles ആർ ഗിവൺ ബിലോ. നമുക്കിവിടെ 2 triangles തന്നിട്ടുണ്ട് ആൻഡ് അവരുടെ സൈഡ്സിൻ്റെ ലെങ്ത്തും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ദ ട്രയാങ്കിൾസ് ഈക്വൽ വൈ? ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിൾ ഈക്വൽ ആണ്, 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയ്തർ അതിൻ്റെ 3 സൈഡ്സും മറ്റ് ട്രയാങ്കിളിനോട് ഈക്വൽ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സൈഡും ആ സൈഡിലെ എൻഡിൽ വരുന്ന 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ്സ് ആണ് തന്നിരിക്കണം. അപ്പോൾ സൈഡ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സൈഡ്സ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കേ, ഇവിടെ 3 സൈഡ്സ് ആണുള്ളത്. ഈ ട്രയാങ്കിളിൽ എ സി 4 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ 4 സെൻറ്റിമീറ്റർ. എ സി ഈക്വൽ ടു ക്യു ആർ ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അടുത്തത് എ ബി ഈസ് ഈക്വൽ ടു പി ക്യു ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തത് സി ബി ഈസ് ഈക്വൽ ടു പി ആർ ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കിക്കേ, ഈ 2 ട്രയാങ്കിൾസിൻ്റെയും 3 സൈഡ്സ് സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണ്. കാരണം എന്താ?
ദ ട്രയാങ്കിൾ എ ബി സിയുടെ 3 sides ഈസ് സെയിം ആസ് ദി സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, അപ്പോൾ അതാണ് റീസൺ വരിക. ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ബിക്കോസ് 3 sides ഓഫ് ട്രയാങ്കിൾ എ ബി സി ആർ ഈക്വൽ ടു 3 sides ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദി ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണ്, ഓക്കെ, ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ആംഗിൾസ്, ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസ് ഏതാണെന്ന് ചോദിച്ചിരിക്കണേ. നോക്കിക്കേ, എങ്ങനെയാണ് നമ്മൾ ഈക്വൽ ആംഗിൾസ് പറയാ? സെയിം ആയിട്ട് വരുന്ന ആ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ആണ് ഈക്വൽ ആവുക. നോക്കിക്കേ, എ സി ഈസ് ഈക്വൽ ടു ആരാണ്? ആർ ക്യൂ ആണ്. അപ്പോൾ എ സിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബി വിൽ ബി ഈക്വൽ ടു ആംഗിൾ പി. ഓക്കെ, ഇനി അടുത്ത സൈഡ് എന്ന് പറയുന്നത് എ ബി ഈസ് ഈക്വൽ ടു പി ക്യൂ. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്, എ ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സി ഈസ് ഈക്വൽ ടു പി ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആർ. അടുത്തത് സി ബി എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? സൈഡ് ഏതാണ്? പി ആർ ആണ്. അപ്പോൾ സി ബിയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എ ഈസ് ഈക്വൽ ടു പി ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ക്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ആംഗിൾസ് വരാം. ആംഗിൾ സി വിൽ ബി ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ എ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആൻഡ് ആംഗിൾ ബി വിൽ ബി ഈക്വൽ ടു ആംഗിൾ പി. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു സി എഫ്. എ ബി എന്ന് പറയുന്ന സൈഡ് എന്ന് പറയുന്നത് ഇവിടം വരെ. എ ബി ഈസ് ഈക്വൽ ടു സി എഫ് ആൻഡ് ഇ എഫ് ഈസ് ഈക്വൽ ടു ബി ഡി ആൻഡ് ആംഗിൾ ഡി ബി സി. ഈ ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ എഫ് ഇ. ഓക്കെ, അപ്പോൾ എത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ദ ട്രയാങ്കിൾസ് എ എഫ് ഇ, ഈ ഫസ്റ്റത്തെ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വൽ ആണോ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെയാണ്, ഈക്വൽ ആണ് അല്ലെങ്കിൽ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നത്? നോക്കിക്കേ, നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിളിൽ എ ബി വിൽ ബി ഈസ് ഈക്വൽ ടു സി എഫ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ എ ബി എന്ന് പറയുന്നതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷൻ്റെ 2 സൈഡിലും നമ്മൾ ബി എഫിനെ ആഡ് ചെയ്യാണ്. സോ എ ബി പ്ലസ് ബി എഫ് ഈസ് ഈക്വൽ ടു സി എഫ് പ്ലസ് ബി എഫ്. ഇനി ഈ പിക്ചറിലേക്ക് നോക്കാം. എ ബി പ്ലസ് ബി എഫ് എന്ന് പറയുന്നത് എന്താണ്? എ എഫ് ആണ്. സോ അത് എ എഫ് എന്ന് എഴുതി. ആൻഡ് ബി എഫ് പ്ലസ് എഫ് സി എന്ന് പറയുന്നത് എത്രയാണ്? സി ബി ആണ്. സോ അതും എഴുതി. അപ്പോൾ എന്താണ് നമുക്ക് എ എഫ് ഈക്വൽ ടു സി ബി, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സെറ്റ് ഓഫ് സൈഡ്സ് ഈക്വൽ ആണെന്ന് കിട്ടി. ആൻഡ് ബി ഡി ഈക്വൽ ടു ഇ എഫ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അതിൻ്റെ 2 ആംഗിൾസും, അതായത് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഇവിടെ വരുന്ന ആംഗിളും ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ആംഗിളും എന്താണ് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ 2 sides and 1 angle ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ് എസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഈ 2 ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും അത് വെച്ചിട്ടാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈക്വൽ സൈഡ്സും ഈക്വൽ ആംഗിൾസും ഏതാണ് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വരാൻ സാധ്യതയുള്ളൂ. അതായത് ജസ്റ്റ് എങ്ങനെയാണ് 2 ട്രയാങ്കിൾസിനെ നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്, ആ ഒരു സംഭവം ക്ലിയർ ആയിട്ട് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്കാണ് നമ്മുടെ ഈ ഒരു ലൈവിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററും കൂടി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ എക്സാം നല്ല സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് പോളിഗൺസ്. നോക്കിക്കേ, ഇതിൽ വരുന്നത് ഒരു അസേർഷൻ അല്ല, ട്രൂ ഓർ ഫോൾസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, റീഡ് ദ 2 സ്റ്റേറ്റ്മെൻറ്റ് ബിലോ. നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്.
അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കാരണം ഇവിടെ റീസൺ തന്നിട്ടില്ലേ. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നും അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എയുടെ റീസൺ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കേ, സ്റ്റേറ്റ്മെൻറ്റ് എ, ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ ഈസ് 540 ഡിഗ്രി. നമ്മുടെ ഒരു പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ അതൊരു റെഗുലർ പോളിഗൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് സൈഡ്സ് 5. അപ്പോൾ അതിൽ n എന്ന് പറയുന്നത് 5 ആണ്. ആൻഡ് പെൻറ്റഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു റെഗുലർ പോളിഗണിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. n-2 × 180. അപ്പോൾ ഈ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, അപ്പോൾ n-2 × 180. അപ്പോൾ ഇതിൽ 5-2 × 180. പെൻറ്റഗണിൻ്റെ നമുക്കറിയാം എന്താണ് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് 540 ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. അടുത്തത്, ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. നമുക്ക് എന്തായാലും അറിയാവുന്ന കാര്യമാണ് എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. നോക്കി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോന്ന്? എ ഈസ് ട്രൂ, ബി ഈസ് ഫോൾസ്. അപ്പോൾ ഇതല്ല. എ ഈസ് ഫോൾസ് ആൻഡ് ബി ഈസ് ട്രൂ, ഇതുമല്ല. നെക്സ്റ്റ്, ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. അല്ലല്ലോ, അത് രണ്ടും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലേ, റീസൺ അല്ലല്ലോ. ബി ഉള്ളത് കൊണ്ടല്ലല്ലോ എ സംഭവിക്കണേ. ഓക്കെ, അപ്പോൾ ഇതും തെറ്റാ. നെക്സ്റ്റ്, ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ, അതാണ് കറക്റ്റ്. സോ നമ്മുടെ ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആണ് വരിക. സോ ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് ആണ്. ഓക്കെ, അപ്പോൾ അതെടുത്ത് എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ റെഗുലർ പോളിഗൺ ഹാസ് 10 സൈഡ്സ്. ഒരു റെഗുലർ പോളിഗണിന് 10 സൈഡ്സ് ആണുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ഈസ് ആൻ ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, ഒരു റെഗുലർ പോളിഗണിൻ്റെ സൈഡ് തന്നിട്ട് എന്താണ് ഒരു ഔട്ടർ ആംഗിളും അതുപോലെ തന്നെ ഒരു ഇന്നർ ആംഗിളും കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 1/n × 360 ആൻഡ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n-2/n × 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് ഈസ് ആൻ ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ n എന്ന് പറയുന്നത് n ഈസ് ഈക്വൽ ടു 10 ആണ്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഔട്ടർ ആംഗിൾ വിൽ ബി ഈക്വൽ ടു 1/10 × 360 ഡിഗ്രി വിൽ ബി ഈക്വൽ ടു 336 ഡിഗ്രി. ഓക്കെ, സോ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ്. നെക്സ്റ്റ്, ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക? 10 - 2 / 10 × 180. സോ ഇതൊന്നും കട്ടാവും. 10 - 2 എന്ന് പറയുന്നത് 8 ആണ്. 8 × 18. അത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഇന്നർ ആംഗിൾ എഴുതാം. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദിസ് ഈസ് ദി സെക്ഷൻ ഓഫ് എ റെഗുലർ പോളിഗൺ. ഇത് ഒരു റെഗുലർ പോളിഗണിൻ്റെ ഒരു സെക്ഷൻ ആണ്. ഓക്കെ, റെഗുലർ പോളിഗൺ എന്താണ്? റെഗുലർ പോളിഗൺ അങ്ങനെ ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ റെഗുലർ പോളിഗൺ എന്നുള്ളത് തന്നെ നമുക്ക് എന്ത് എഴുതാം? RQ will be equal to QP. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ, വാട്ട് ആർ ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ? ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വന്നു. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് PQR. ഈ PQRൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. സോ ദിസ് ആംഗിൾ വിൽ ബി 18 ഡിഗ്രി. ആൻഡ് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ആണ്. സോ 180 - 18 + 18 will be equal to എത്ര കിട്ടും? 144 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 144. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തു. അടുത്തത്, വാട്ട് ഈസ് ആൻ ഔട്ടർ ആംഗിൾ?
ഇപ്പോൾ ഇതൊരു എന്താണ് ഒരു റെഗുലർ പോളിഗണിൻ്റെ ഒരു സെക്ഷനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ മൊത്തത്തിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ തന്നെയായിരിക്കും. റെഗുലർ പോളിഗണിലെ ഇന്നർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 144 ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 18 ആണ്. അതിനോട് വലിയ പ്രസക്തി ഇല്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചെന്നുള്ളൂ. ഓക്കെ. ആൻഡ് ഇങ്ങനെ നമ്മൾ ഇത് നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇന്നർ ആംഗിൾ ആൻഡ് ദിസ് ഈസ് ദി ഔട്ടർ ആംഗിൾ. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഈ ആംഗിൾ എന്ന് പറയുന്നത് മൊത്തത്തിൽ 144. ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. മൊത്തത്തിൽ എന്ന് പറയുന്നത് സം ഓഫ് ഒരു റെഗുലർ പോളിഗണിൽ, അപ്പോൾ ഈ ചാപ്റ്ററിൽ അടുത്തത് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ ഇൻ എ റെഗുലർ പോളിഗൺ ഈസ് 180. സോ ഈ ആംഗിൾ 144ഉം ഈ ഔട്ടർ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് എന്ത് കിട്ടും? 180. അപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 minus 144 വിൽ ബി ഈക്വൽ ടു 36. അപ്പോൾ ഈ ഒരു റെഗുലർ പോളിഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 36 ഡിഗ്രി ആൻഡ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 144. ആൻഡ് ഹൗ മെനി സൈഡ്സ് ഡസ് ദിസ് പോളിഗൺ ഹാവ്? ഈ ഒരു പോളിഗണിന് എത്ര സൈഡ് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഒരു റെഗുലർ പോളിഗണിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത്, അതായത് എല്ലാ ആംഗിൾസും കൂടെ സം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് 360. സോ ഈ ചാപ്റ്ററിൽ അടുത്തതായിട്ട് ഓർത്ത് വയ്ക്കുന്നത് എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 360. ആൻഡ് അതിലെ ഒരു ഔട്ടർ ആംഗിൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 36. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 36 വിൽ ബി ഈക്വൽ ടു 10. അപ്പോൾ ഈ ഒരു റെഗുലർ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ടാവും? ദ സൈഡ്സ് ഓഫ് ദിസ് റെഗുലർ പോളിഗൺ n വിൽ ബി ഈക്വൽ ടു 10. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണ്? റെഗുലർ പോളിഗണിൻ്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും, ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് എൻ ഔട്ടർ ആംഗിൾ? അതിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 180 ഡിഗ്രി. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സം ഓഫ് outer angles of a regular polygon is equal to 360. Okay, clear അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്ക്വയേഴ്സ് ആർ ഡ്രോൺ ഓൺ ദ സൈഡ്സ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. നമ്മളെ ഇവിടെ ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. ഇവിടെ ഒരു റെഗുലർ ഹെക്സഗൺ, അതായത് റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പോളിഗൺ ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് 6 സൈഡ്സ് ആൻഡ് അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ആൻഡ് അതിൻ്റെ ഓരോ സൈഡിലും നമ്മൾ സ്ക്വയർ വരച്ചിട്ടുണ്ട്. സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? അത് വീണ്ടും ഒരു റെഗുലർ പോളിഗൺ ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് 4 സൈഡ്സ്. ഓക്കെ. ആൻഡ് ഈ 4 സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ്? നമ്മുടെ റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? n minus 2 into 180 by n. ഈ ഒരു ഫോർമുലയിൽ ഈ n will be equal to 6. ഈ ഒരു ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ we will be getting this angle as 540 degree. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ആ ഒരു ഇന്നർ 540 അല്ല 120 ആണ് കേട്ടോ. 120 ഡിഗ്രി. ഓക്കെ. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്താണ്? സൈഡ്സ് ഓഫ് എൻ സ്ക്വയർ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇതും 90 ഡിഗ്രി ആയിരിക്കും. സോ ഇത് മൊത്തത്തിലെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ വരുന്ന എല്ലാ ആംഗിൾസും കൂടെ സം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ആയിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ? 360. അപ്പോൾ ഈ 360ന്ന് ഈ 90 + 90 + 120 അത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും.
ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റെഗുലർ ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ് എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the measure of an outer angle of a regular polygon is 2x and the measure of an inner angle is 4x. അതായത് ഒരു റെഗുലർ പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 4x ആണ് ആൻഡ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 2x ആണ്. യൂസിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾസ് ടു ഫൈൻഡ് എക്സ്. അതായത് എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നർ ആംഗിൾസിൻ്റെയും ഔട്ടർ ആംഗിൾസിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താണ്? ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ. ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ആംഗിൾ നമുക്ക് എത്രയാണ് തന്നിരിക്കണേ? ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 2x ആൻഡ് ഔട്ടർ ആംഗിൾ (4x). ഓക്കെ, ഇനി എന്താണ്? ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ, അതായത് 2x പ്ലസ് 4x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അത് നമുക്കറിയാലോ. അതായത് 6x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. x ഈസ് ഈക്വൽ ടു 180 by 6 is equal to 30. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, ഫൈൻഡ് ദ മെഷർ ഓഫ് വൺ ഇന്നർ ആൻഡ് ഔട്ടർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 4x. ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 4x, ഔട്ടർ ആംഗിൾ 2x. എക്സിൻ്റെ വാല്യൂ നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറയുന്നത് 30 ആണ്. സോ 4 into 30 ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ആൻഡ് ഔട്ടർ ആംഗിൾ 2x ആണ്. 2 into 30 ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 60 ആൻഡ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഇൻ ദ പോളിഗൺ ആൻഡ് ടൈപ്പ് ഓഫ് പോളിഗൺ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇന്നർ ആംഗിൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, എത്ര സൈഡ്സ് ഉണ്ട് ഈ ഒരു റെഗുലർ പോളിഗൺ എന്ന് കിട്ടും. 120. ഓക്കെ, ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി എന്ന് പറയുന്നത് ആരുടെയാണ്? റെഗുലർ ഹെക്സഗണിൻ്റെയാണ്. സോ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ നാളത്തെ എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ടെൻഷനൊന്നും അടിക്കാതെ, ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. ടെൻഷനൊന്നും അടിക്കാതെ നാളത്തെ എക്സാം നല്ല സിമ്പിളായിട്ട് പോയിട്ട് എഴുതുക. അപ്പോൾ എക്സാം പാറ്റേൺ മാറി എന്ന് ഓർത്തിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിന് വരുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ എന്താണ് നമുക്ക് ടൈപ്പ് എ അല്ലെങ്കിൽ ബി, അതായത് ഇന്നർ ചോയ്സസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കണ്ട, നല്ല ഹാപ്പി ആയിട്ട് സിമ്പിളായിട്ട് പോയി എഴുതുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ടെൻഷൻ അടിക്കാതെ പോയിട്ട് എക്സാം എഴുതിയിട്ട് വാട്ടോ.